അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഈ ഇസ്ലാമിക അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിൽ പലരുടെയും വീടുകളിൽ ഇന്ന് കാണുന്ന ഒന്നാണ് മരുമക്കളും അമ്മായിയുമ്മയും അതുപോലെ നാത്തൂന്മാരും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഒരുപാട് നീറിക്കഴിയുന്ന സഹോദരിമാരെയും നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള അമ്മായിയുമ്മയും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ നാത്തൂന്മാരും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാക്കുവാനും അവർക്ക് അമ്മായിയുമ്മക്കും നാത്തൂന്മാർക്കും മരുമക്കളോട് സ്നേഹം തോന്നുവാനും, അതുപോലെ തിരിച്ച് മരുമക്കൾക്ക് അമ്മായിയമ്മയുടെയും അതുപോലെ നാത്തൂന്മാരോടും സ്നേഹം ലഭിക്കുന്നതിനും വേണ്ടി നമ്മൾ പതിവാക്കേണ്ട ചില ആയത്തുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തു നിസായിലെ 45-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്തു നിസായിലെ 148-ാമത്തെ ആയത്തും നിങ്ങൾ ഇശാ നമസ്കരിച്ചതിന് ശേഷം 20 തവണ ഓതുക. ശ്രദ്ധിക്കുക, സൂറത്തു നിസായിലെ 45-ാമത്തെ ആയത്തും അതുപോലെ 148-ാമത്തെ ആയത്തും 20 തവണ ഇശാ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഓതുക. അതുപോലെ തന്നെ ഇത് 2 ആയത്തുകളും ഓതിയതിന് ശേഷം അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു നാമമായ യാ വദൂദു യാ അള്ളാ എന്നതും 20 തവണ ചൊല്ലുക. യാ വദൂദു യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മും ഈ 2 ആയത്തുകൾ ഓതിയതിന് ശേഷം 20 തവണ ചൊല്ലുക. അതിനുശേഷം നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. അമ്മായി ഉമ്മക്കും മരുമക്കൾക്കും നാത്തൂന്മാർക്കും എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടെങ്കിൽ ആ പ്രശ്നം അതോടെ തീരുകയും അവർ തമ്മിൽ മക്കളും ഉമ്മയും പോലെയുള്ള സ്നേഹബന്ധത്തിൽ ആയിത്തീരുകയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളും സഹോദരിമാരും എല്ലാവരും തന്നെ ഈ ഒരു ആയത്തിനെ പതിവാക്കുവാനും ഈ ഒരു ഇസ്മിനെ പതിവാക്കുവാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുവാനും ശ്രദ്ധിക്കുക. സ്നേഹത്തോടു കൂടെയുള്ള ഒരു കുടുംബം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന് അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.